ഗൗതമി ഇത് മിണ്ടല്ലേ കഷ്ടമുണ്ട് ബലം പിടിക്കാവുന്നു മിണ്ടില്ലെന്ന് പറഞ്ഞില്ലോട് ഞാൻ ഇതിന് ചീത്തപ്പേരൊന്നാ കൊല്ലു ഞാൻ എന്നാ പറ്റി മോളെ എന്നാ പറ്റി മോളെ ഇനി മേല ഈ കൊച്ചിന്റെ മേത്ത് നിന്റെ നേളകരം കണ്ട ഇത് വാപ്പ് അമ്മച്ചി അമ്മച്ചോട് വാപ്പ് എല്ലാവരും വാപ്പ് എല്ലാം ചെയ്യണം അമ്മച്ചി ഇല്ലേ അടുത്ത് ചത്തുവോ അമ്മ അമ്മ എന്താ മോളെ എന്നെ നോവിച്ചല്ലേ വെച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാവുന്ന നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവാം കാര്യം പറ ശങ്കട്ട ചീത്തയമ്മ നിക്കണ്ട എന്നോട് ക്ഷമിക്കപ്പ ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇവർക്ക് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കണ്ടില്ല ഞങ്ങൾക്ക് പേടി ഹലോ എങ്ങോട്ടായി റീത്തൊക്കെ പിടിച്ച് എങ്ങോട്ടേട്ടാ എടാ ബിനീഷേ ആ റീത്തും മാലയും വാങ്ങിച്ചേ അനന്താ ചെല്ലപ്പൻ സാറിന് സൈഡ് കൊടുക്ക് സാറ് പോട്ടെ അല്ലേ ഇറങ്ങി ചെല്ലപ്പൻ സാറേ മോനെ ഇപ്പൊ ഈ റീത്ത് ഇങ്ങോട്ട് നിനക്കൊക്കെ ഉള്ള റീത്ത് ഞാൻ വേറെ എത്തിക്കാം റീത്തും പൊക്കം തിരിച്ചറിയാൻ മേത്തന്മാര് സഹാവേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് അനന്തേട്ടാ എടുക്കേണ്ടതായിരുന്നു സായിക്കളെ
നമുക്ക് ഈ വടിയും കുന്തൊന്നും വേണ്ട, എല്ലാരും എടുത്ത് കളഞ്ഞു. കള അങ്ങോട്ട് കള. നമുക്ക് നല്ല കയ്യാങ്കളി മതി. അതെങ്ങനെയുണ്ടാവും? ചൂട്ടയടി. ആ അത് മതി. എന്താ വരവിന്റെ ഉദ്ദേശം? സഖാവേ, ഓ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. വേണ്ട, നമുക്ക് വേറെ ഉദ്ദേശിക്കാം. ആ അപ്പൊ നടക്കൂലോ. ഓ സഖാവേ, ആ 2 സാക്ഷികൾ വേണം. ആ ഒന്നാം സാക്ഷി ഞാൻ, രണ്ടാം സാക്ഷി ദേ ഉണ്ണിക്കുട്ടൻ. രക്തസാക്ഷി ആകാനാണ് ഞാനില്ല. ആ മുടിയുള്ള അടിക്കേ. സാക്ഷികളെ കിട്ടും മാഡം, സാക്ഷികൾ എത്തിയിട്ടുണ്ട്. എല്ലാരും മാറി, എല്ലാരും മാറി, 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 മാറി. പേന പേന നിക്കടോ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഗൗതമി ഒപ്പിട്. എന്താണ് എന്നെ വിളിക്കുന്നത്? പിന്നെ മാഡം, ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പുറത്ത് പൊരിഞ്ഞ അടി അടക്കാണ്. സാക്ഷികൾ ആദ്യം ഒപ്പിട്ടെന്ന് വെച്ച് ഒരു ചുക്കം പറ്റാൻ പോണില്ല. ഒപ്പിട്, ഒപ്പിട്. സാറിന്റെ പേര് എഴുതിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. ലഡു 2 മാറ്റി വെച്ചേക്കെ, ഞങ്ങൾ പിന്നെ വന്നിട്ട് കഴിച്ചോളാം. നിങ്ങൾ വാ, ഒപ്പിട്. നിൽക്കട്ടെ, വേഗം വാ. എന്റെ അമ്മ ഇത് എന്തൊരടിയാടോ? സഖാവേ വന്നേ, നമുക്കൂടെ പോയി തല്ലുകൊള്ളാം. മിണ്ടാതിരിടോ, അണികൾ ഇരിക്കട്ടെ, പാർട്ടി ഓഫീസിലോട്ട് വിളിക്കാം. ആ ഹലോ, അവിടെ എത്ര പേരുണ്ട്? 10 പേരാ. എന്ത് ചെയ്യണം? ക്യാരംസ് കളിക്കണം. ആ ഒരു പണി, ഓട്ടോറിക്ഷ വിളിച്ചിട്ട് എത്ര വേഗം ഇവിടെ പോയി അടി അടക്കണം. ഒരു ആംബുലൻസ് വിട്ടു. എന്തുകൊണ്ട് പോരും സഖാവേ? ഉന്തുവണ്ടി തന്റെ ആരും ചത്തിഞ്ഞ ആശുപത്രി കൊണ്ടുപോട്ടെ. ഇല്ലെങ്കിൽ അവന്മാർ നാളെ ഹർത്താൽ വിളിക്കും. സഖാവേ, ആ പൈലിയുടെ ആക്രാന്തം കണ്ടോ? അതെ, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. ഇല്ലെങ്കിൽ അവൻ എന്റെ നല്ലേക്ക് മനസ്സിലായി. കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ നമ്മൾ മുടക്കിയിരിക്കും. കാവ്യാത്മകമായിട്ടുള്ള അന്തരീക്ഷം. പൊളി. പോരട്ടെ, കേറട്ടെ. ഇത്രയും നല്ലൊരു അടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹോയ് 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 ഹോയ്. നീ അനന്തര നേരെ കൈ നീയെ കുറച്ച് അഹങ്കോരം തീർക്കണല്ലാത്തിനെ. ഇറങ്ങി വാടാ. ഇല്ല വരൂല, പോടാ. ഒറ്റ ഞാൻ വെറുതെ വിടൂല. പിന്നെ ഇറങ്ങിച്ചല്ല ഉണ്ണിക്കുട്ടൻ മതിയാ. അടിക്കാൻ വരുമ്പോഴെങ്കിലും ജെട്ടിയിട്ട് വന്നൂടെ? ഓഫർ വരുമ്പോ ഞാൻ എടുത്തോളാം. എല്ലാത്തിനെ എന്നെ നോക്കി വലിച്ചടിക്കണവനെ. യുദ്ധത്തിൽ പിന്നീന്നൊന്നും അടിക്കാൻ പാടില്ലെന്ന് അറിയില്ല. ഉണ്ണി അവനെ ചവിട്ടി എല്ലോടിക്കണവനെ. എടാ ഭീമ, കണ്ടോടെ ഞങ്ങളുടെ പിള്ളേരുടെ ഗുണം. എല്ലാ പട്ടിക്കോട്ടാ ഒരു ദിവസം, മനസ്സിലായോ? അയ്യോ, എടാ അതിന്റെ പട്ടി പോലെ. അയ്യോ ചോര. എന്നാ പറ്റിയാണ്? എന്നെ പട്ടി കടിച്ചടാ. ആരെങ്കിലും എന്നെ ആശുപത്രി കൊണ്ടുപോടാ. അപ്പൊ അവിടെ കല്യാണം മുടക്കണ്ടേ നമുക്ക്? പിന്നെ കല്യാണം മുടക്കാൻ പോണ്. അവന് ഇരിക്കാൻ പറ്റണ്ട ആദ്യം. എടാ ബിനീഷേ, ആ ബോട്ട് എടുക്കടാ. കൊണ്ടുപോടാ. അനുനേട്ടാ, അനുനേട്ടന് ഒരു കുമ്മിന് വേണ്ടിട്ടല്ലേ ഞാൻ ആ ബോട്ടെല്ലാം മണിക്കൂർ വാടകയ്ക്ക് വിളിച്ചോണ്ട് വന്നത്. അതെല്ലാം പറഞ്ഞു വിട്ട് ഇനി എങ്ങനെ പോണത്? ആരെങ്കിലും കേട്ടിട്ട് എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോടാ തെണ്ടികളെ. ഓ, ഏതെങ്കിലും ഒരു വണ്ടി വിളിയിടാ. ഇനി നമുക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ഒരു മര്യാദയില്ല. വാ. ആണെന്നിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ. ഇത് കടിച്ചത് പേപ്പട്ടിയാണോ? ഈ തെണ്ടിനെ ആരെങ്കിലും ഒന്ന് എടുത്ത് ആറ്റി കളയടാ. അതെ അതെ അതെ.
അയ്യോ ശത്രു ആണേലും കുണ്ടിക്ക് പട്ടി അടിച്ചാലും പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അത് ശരിയല്ല. ഉണ്ണിക്കുട്ടാ, നമ്മുടെ ഓട്ടേ കയറ്റി ഇവര് വിട്ടോ. സമാധാനമായി ചെല്ല്. ഭീമ, നിനക്ക് 1 കോടി പുണ്യം കിട്ടും. അത് നിന്റെ അച്ഛനെ കൊടുത്താൽ മതി. ഓ, എന്തൊരു കടിയാണ് കടിച്ചത്. ആ ഓട്ടോ കൂലി അവന്മാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങണേ. എന്നെ ആദ്യം കേട്ടടാ. ഡാ, ശംഖു ശംഖു ഓല്ലേ, എന്നോട് മെയിൻ കാര്യം പറയാനുണ്ട്. അവിടെ നിന്നേ. നീ എന്നെ ഇരുത്താൻ നോക്കണ്ടാ. ചന്തയ്ക്ക് കാറ്റടിച്ചപ്പോ എന്താ സുഖം. എന്തുണ്ട് വിശേഷം? സുഖമാണ്. മേലെ എന്റെ വാളിൽ ഏതിലും വീട്ടിൽ നിന്നെ കണ്ടാലുണ്ടല്ലോ, കാണില്ല. നിന്റെ വീട്ടിൽ പോലും നീ കയറി പോരുത്. മനസ്സിലാ? മുട്ടാലേ നല്ല പിടിക്കും. ഒന്നും മിണ്ടാതിരിടോ. ഇപ്പോഴാണ് നീ ശരിക്കും മീനായത്. ഇനി ഞങ്ങൾക്ക് ധൈര്യമായിട്ട് മോളെ കൊണ്ട് പാലേക്ക് പോകാമല്ലോ. അയ്യോ, വിഷമിക്കൊന്നും വേണ്ട. മാത്തച്ചാന്റെ കല്ലറ കൊണ്ടുപോയി മോളെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും. നിങ്ങൾ ധൈര്യമായിട്ട് പോ. ഞങ്ങളും ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഇല്ലേ. പിന്നെ ഈ കുട്ടികൾക്ക് അപ്പൂപ്പനായിട്ട് ഇയാളുണ്ട്. അപ്പൂപ്പൻ കൊള്ളാം. ശരി. ആഹാ, ശരി, പോയിട്ട് വരാം. ശരി. അപ്പൊ ശരി അമ്മേ. ഇവിടെ അല്ല. ഈ ബന്ധം ഇഴചേരുന്നേ സൗമ്യ